സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഒരു രാഹുൽ ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഫാസിസ്റ്റ് ശക്തികളോട് പോരാട്ടം നടത്തുകയാണ്. ബീഹാറിലെ അതിസാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സ് തൊട്ട് യാത്ര നടത്തുകയാണ്. ഇന്ത്യ ഇതുവരെ കണ്ട ഏറ്റവും മികച്ചതെന്ന് പറയാവുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ BJPയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും കള്ളക്കളികൾ പുറത്തു കൊണ്ടുവന്ന് പ്രതിപക്ഷ ഐക്യത്തിന്റെ മൂർച്ച കൂട്ടി ഇന്ത്യയെ ഇളക്കി മറിക്കുമ്പോഴാണ് കേരളത്തിൽ മറ്റൊരു രാഹുൽ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. രാഹുൽ ഗാന്ധിയുടെ പ്രയത്നത്തിന്റെയും വിയർപ്പിന്റെയും വില രാഹുൽ മാങ്കൂട്ടത്തിന്റെ അപമാനമുണ്ടാക്കുന്ന പ്രവൃത്തി കാരണം അവമതിക്കപ്പെടുകയാണ്. ഈ വീഡിയോ 2 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒന്ന്, കേരളത്തിലെ രാഹുൽ കാരണം ഇന്ത്യയുടെ രാഹുലിന് സംഭവിക്കുന്ന തിരിച്ചടിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. 2, രാഹുൽ മാങ്കൂട്ടത്തിനെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം, അതായത് സതീശനും ഷാഫിയും അടങ്ങുന്ന ടീമിന് ഇത്ര പേടി എന്തിന്, അതിനെക്കുറിച്ചും സംസാരിക്കാം. ദേശീയതലത്തിൽ ഇപ്പോൾ കാണുന്നത് എന്താണ്? രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ടു ചോരി യാത്രയെ അപ്രസക്തമാക്കുന്ന രീതിയിൽ ദേശീയ മാധ്യമങ്ങളുടെ ചർച്ചകളിൽ നിറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ചെയ്തികളാണ്. പെണ്ണുപിടിയനായ നേതാവിനെ സംരക്ഷിക്കുന്ന കോൺഗ്രസ് എന്നതാണ് അവരുടെ ചർച്ചാ വിഷയം. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും ചിത്രങ്ങൾ ഉപയോഗിച്ചുള്ള വലിയ കാർഡുകൾ നിരത്തിയാണ് ഹിന്ദി ചാനലുകൾ ഉൾപ്പെടെ ചർച്ച നടത്തുന്നത്. അതായത് വോട്ടുകൊള്ള എന്ന വലിയ വിഷയത്തെ തകിടം മറിക്കാനുള്ള ശ്രമത്തിലാണ് BJP അനുകൂല ചാനലുകളും ആളുകളും. വരും നാളുകളിലും അത് രാജ്യം മുഴുക്കെ പ്രചരിപ്പിക്കുന്ന തരത്തിലേക്ക് അവർ ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ള കാര്യവും സംശയമില്ല. ഇന്ത്യയെ തിരിച്ചുപിടിക്കാൻ മഴയും വെയിലും കൊണ്ട് നടക്കുന്ന ആ നേതാവിന്റെ മുഖത്തടിക്കാനുള്ള ഒരു ആയുധം കേരളത്തിൽ നിന്ന് താലത്തിൽ വെച്ച് കൊടുക്കുകയാണ് സത്യത്തിൽ കോൺഗ്രസ് പാർട്ടി. ബീഹാർ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ടർ അധികാർ യാത്രയിലെ ജനപങ്കാളിത്തം കണ്ട് വിളറി പിടിച്ചു നിൽക്കുന്ന BJPക്ക് മുന്നിലേക്കാണ് ഈ ആയുധം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി വെച്ചു കൊടുക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്ത് രാഹുൽ ഗാന്ധിയെ നിശബ്ദനാക്കാനാണ് BJP ശ്രമിക്കുന്നത്. അതിനിടയ്ക്ക് രാഹുൽ ഗാന്ധിയെ ചാരി തന്നെ ന്യായീകരിക്കുന്ന പോസ്റ്റുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വരിക കൂടി ചെയ്തു. രാഹുൽ ഗാന്ധി ബീഹാറിൽ ബുള്ളറ്റ് റാലി നടത്തുന്ന ചിത്രത്തിനൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു: പരിഹസിച്ചു, കുറ്റപ്പെടുത്തി, സംഘടിതമായി അയാളെ ആക്രമിച്ചു, വീഴ്ത്താൻ ശ്രമിച്ചു, ശ്രുതി പാടിയവർ വിമർശകരായി, കുത്തിയിട്ടും പരിഭവങ്ങളില്ലാതെ അയാൾ പോരാടുന്നു. കാരണം അയാൾക്ക് ഈ പ്രസ്ഥാനമാണ് വലുത്. പദവികൾക്കപ്പുറം അയാൾ കോൺഗ്രസ്സുകാരനാണ് രാഹുൽ ഗാന്ധി എന്നാണ് മാങ്കൂട്ടത്തിൻ്റെ പോസ്റ്റ്. അതായത് രാഹുൽ ഗാന്ധിയെ പോലെയാണ് താനെന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള പോസ്റ്റാണിത്. രാഹുൽ ഗാന്ധി ചെയ്തതുപോലെ തന്നെയും പലരും പിന്നിൽ നിന്ന് കുത്തുന്നു, വിമർശിക്കുന്നു, പരിഹസിക്കുന്നു. അപ്പോഴും താൻ പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്നു. അതാണ് ഈ പോസ്റ്റിലൂടെ മാങ്കൂട്ടത്തിൽ സാധാരണക്കാരായ ഹാർഡ് കോർ കോൺഗ്രസ്സുകാർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ്. സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം തനിക്ക് അനുകൂലമാക്കാൻ വേണ്ടി തന്നെയാണ് മാങ്കൂട്ടത്തിൻ്റെ ഇത്തരം ശ്രമങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാം. അയാളുടെ വാർത്താ സമ്മേളനങ്ങളിലും കണ്ടത് അത് തന്നെയാണ്. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് മാത്രം സസ്പെൻഡ് ചെയ്ത് MLA സ്ഥാനത്ത് നിലനിർത്തി എല്ലാ വിവാദങ്ങളും ക്ലോസ് ചെയ്യാം എന്നാണല്ലോ കോൺഗ്രസ് നോക്കുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ലാത്ത അവസ്ഥയാണ്. MLA സ്ഥാനം രാജിവെക്കാത്തിടത്തോളം പാർട്ടി മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നു എന്ന നറേറ്റീവിൽ തന്നെയാണ് ഹിന്ദി ബെൽറ്റിൽ, അതായത് ഉത്തരേന്ത്യയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുക. അതായത് വിവാദം അവസാനിക്കുകയല്ല, കൂടുതൽ കത്തിക്കേറാനാണ് സാധ്യത. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം ഒഴിയാതെ ഈ വിവാദം നീണ്ടുപോയാൽ അത് ബാധിക്കുക കേരളത്തിലെ കോൺഗ്രസിനേക്കാൾ ദേശീയ തലത്തിൽ കോൺഗ്രസിനെ ആയിരിക്കും. രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടത്തിനെ ആയിരിക്കും. രാഹുൽ ഗാന്ധി അല്പമെങ്കിലും ബഹുമാനിക്കുന്നുവെങ്കിൽ, സ്നേഹിക്കുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുകയാണ് ചെയ്യേണ്ടത് എന്ന വികാരമാണ് രമേശ് ചെന്നിത്തലയെ പോലുള്ള കേരളത്തിലെ ഒരു വിഭാഗം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വെച്ചു പുലർത്തുന്നത്. ഉമാ തോമസിനെ പോലെയുള്ള വനിതാ നേതാക്കളും ഇതേ നിലപാടിൽ തന്നെയാണ്. പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ പാർട്ടി ചട്ടക്കൂടിൽ നിന്ന് എടുക്കേണ്ട വലിയ തീരുമാനം തന്നെയാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്നുള്ള കാര്യം. പക്ഷേ പൊതുസമൂഹത്തിന് അത് ബോധ്യമാകണമെന്നില്ല. പ്രാഥമിക അംഗത്വത്തിന് യോഗ്യതയില്ലാത്ത ഒരാളെ MLA ആയി തുടരാൻ അനുവദിക്കുന്നത് എന്തിന് എന്നുള്ള ഒരു പ്രസക്തമായ ചോദ്യമാണ് ഉയരുന്നത്. കാരണം ഈ നടപടി പാർട്ടി അച്ചടക്കം ലംഘിച്ചതിന് അല്ല, മറിച്ച് പൊതുസമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു വച്ചിരിക്കുന്നത്. അങ്ങനെ ഒരാൾ നിയമസഭയിൽ ഇരിക്കുന്നത് ശരിയാണോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം രാഹുലിനെതിരെ വന്നിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ അത്യന്തം ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. നിരവധി സ്ത്രീകളാണ് രാഹുലിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ട്രാൻസ്ജെൻഡറിന്റെ പരാതി മാത്രമാണ്, അല്ലെങ്കിൽ ആ പരാതിയിൽ മാത്രമാണ് രാഹുലിന് ഏതെങ്കിലും രീതിയിലുള്ള പ്രതിരോധം തീർക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
ബാക്കിയൊന്നും നിഷേധിക്കാൻ രാഹുലിന് കഴിയില്ല. രാഹുലിന്റെ ശബ്ദവും എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് തൻ്റേതല്ല എന്ന് പറയാനും രാഹുലിന് കഴിയാത്ത സ്ഥിതിയാണ്. അതായത് പൊതുജനത്തിന് മുന്നിൽ വ്യക്തമായി അനാവരണം ചെയ്യപ്പെട്ട് നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട് നിന്നുള്ള ജനപ്രതിനിധി, കോൺഗ്രസ് നേതാവ്. ഇത്തരം ഞെട്ടിപ്പിക്കുന്ന ലൈംഗിക ആരോപണങ്ങളുടെ തെളിവുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന മറ്റൊരു സന്ദർഭമില്ല കേരളത്തിൽ എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണം ദേശീയ തലത്തിൽ വലിയ രീതിയിൽ BJP ഭാവിയിലും ഉപയോഗിക്കാം എന്ന വിലയിരുത്തൽ തന്നെയാണ് വരുന്നത്. ബഷീർ വള്ളിക്കുന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്: ദേശീയ തലത്തിൽ എണ്ണമറ്റ സ്ത്രീ പീഡകരെ BJP സംരക്ഷിച്ചു നിർത്തിയിട്ടുണ്ട്, നിയമനിർമ്മാണ സഭകളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ കോൺഗ്രസ് അന്തസ്സോടെ അതിനെ എതിർക്കാനും ശബ്ദിക്കാനും തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഇനിമേൽ അവർക്കത് സാധിക്കില്ല. കോൺഗ്രസിനെ എക്കാലത്തേക്കും അപഹസിക്കാനുള്ള ഒരു ദേശീയ ആയുധം അവരായി ഉണ്ടാക്കിക്കൊടുക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ദുരന്തം. കൊടിയ സ്ത്രീ പീഡകർക്കെതിരെ പോലും ഒരക്ഷരം സംസാരിക്കാൻ ഇനി കഴിയില്ല. സംസാരിക്കുമ്പോഴൊക്കെ അവരുടെ മുന്നിലേക്ക് ഈ സീരിയൽ പ്രഡേറ്ററെ MLA പദവിയിൽ സംരക്ഷിച്ചു നിർത്തിയ കഥ അവർ എടുത്തിടും, അതായത് BJP എടുത്തിടും. അതോടെ ഒടിയും പ്രതിരോധത്തിൻ്റെ എല്ലാ കുന്തമുനകളും. ഇപ്പോൾ പുറത്തു വന്ന ഈ ഓഡിയോകളും ടേപ്പുകളും പൊടിപ്പും തൊങ്ങലും ചേർത്ത് കേരളത്തിലും ദേശീയ തലത്തിലും വരും തെരഞ്ഞെടുപ്പുകളിലും പ്രചരിപ്പിക്കപ്പെടും എന്നതിന് സംശയം വേണ്ട എന്ന് ബഷീർ വള്ളിക്കുന്ന് എഴുതുന്നു. MLA സ്ഥാനത്ത് നിന്ന് അയാളെ പുറത്തു നിർത്തി മാതൃക കാണിച്ചിരുന്നുവെങ്കിൽ അവയെല്ലാം പുല്ലുപോലെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞേനെ. എപ്പോഴൊക്കെ ഇതുപോലുള്ള ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ ഉയർന്നുവോ അപ്പോഴൊക്കെ സ്കോർ ചെയ്യാൻ ഒരു പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന് കഴിയുമായിരുന്നു. പക്ഷേ ഇതുപോലൊരു സാമൂഹ്യ വിഴുപ്പിനെ നിയമസഭയിൽ സംരക്ഷിച്ചു നിർത്തുന്ന പക്ഷം ഭാവിയിൽ എന്ത് ആരോപണങ്ങൾ ഉയർന്നാലും ശബ്ദം ഉയർത്താനാവാതെ തല താഴ്ത്തി നടക്കേണ്ടി വരുമെന്നാണ് ബഷീർ വള്ളിക്കുന്ന് എഴുതുന്നത്. ശരിയായ വിലയിരുത്തലാണത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എടുക്കുന്ന നിലപാടിന് കോൺഗ്രസ് ദേശീയതലത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഇക്കാര്യം തന്നെയാണ് നിരവധി രാഷ്ട്രീയ നിരീക്ഷകർ മുന്നോട്ട് വയ്ക്കുന്ന അഭിപ്രായം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം വലിയ രീതിയിൽ പേടിക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. ഷാഫി പറമ്പിൽ സ്വന്തം കരിയർ പോലും നോക്കാതെ രാഹുലിന് വല്ലാതെ സംരക്ഷിക്കുന്നത് കാണാൻ കഴിയുന്നു. സതീശൻ ഇതുവരെ കാണാത്ത നടപടി വരുമെന്നൊക്കെ വീമ്പ് മുഴക്കിയിട്ട് സസ്പെൻഷനിൽ കാര്യങ്ങൾ ഒതുക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിക്ക് വഴങ്ങിയില്ല, പകരം തന്നെ സസ്പെൻഡ് ചെയ്തോളൂ എന്ന നിലപാട് സ്വീകരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് BJPയുടെ A+ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമോ എന്നതല്ല ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭയം, മറ്റെന്തോ ഭയം അവരെ പിടികൂടിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കോൺഗ്രസിന്റെ സൈബർ ടീം ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് ഒപ്പമാണ്. അവരാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിമർശിച്ച ഉമാ തോമസ് MLA തള്ളേ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചത്. അവർക്കെതിരെ ഇപ്പോഴും സൈബർ ആക്രമണം നടത്തുന്നത്. സംഘടനാകാരി ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ഭാര്യയ്ക്ക് പോലും രക്ഷയില്ല. ഒടുവിൽ ആശ, അതായത് KC വേണുഗോപാലിന്റെ ഭാര്യ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇട്ട പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നു. അതായത് കോൺഗ്രസിന്റെ സൈബർ വിങ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഡിജിറ്റൽ വിങ് ഇപ്പോഴും മാങ്കൂട്ടത്തിനെയാണ് നേതാവായി കാണുന്നത്. അവരുടെ കയ്യിൽ ഷാഫിക്കും സതീശനുമെതിരെ എന്തെങ്കിലും തെളിവുണ്ടോ എന്നുള്ള സംശയവും ബലപ്പെടുകയാണ്. അല്ലെങ്കിൽ പിന്നെ അടുത്ത കാലത്ത് മാത്രം ഉയർന്നു വന്ന ഒരു നേതാവിനെ, അതും ഇത്രയും വലിയ ആരോപണത്തിന് കാരണക്കാരനായ നേതാവിനെ ഇങ്ങനെ സംരക്ഷിക്കുന്നത് എന്തിനാണ് എന്നാണ് ചിലർ ചോദിക്കുന്നത്. പാർട്ടി പ്രതിരോധത്തിലായപ്പോഴൊക്കെ പ്രതിരോധിച്ചത് ഞാനാണ്, ഒന്നും മറക്കരുത് എന്നാണ് മുതിർന്ന നേതാക്കളോട് വികാരാധീനനായി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് എന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും കേരളത്തിലെ കോൺഗ്രസിന് ഇത് രാഹുകാലമാണ്, രാഹുൽ കാലം എന്നും പറയാം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കച്ചിട്ട് ഇറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിലാണ് കേരളത്തിലെ കോൺഗ്രസ്. ദേശീയ തലത്തിൽ പാർട്ടിയെ കുഴപ്പത്തിലാക്കുമെന്ന് അറിഞ്ഞിട്ടും ഒരു MLA രാജിവെപ്പിക്കാൻ പറ്റാത്ത ഗതികേടിലാണ് കോൺഗ്രസ് പാർട്ടി. അത് പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിലെ രാഹുൽ ഗാന്ധി എന്ന വികാരത്തെ പ്രതിരോധത്തിലാക്കുന്ന ഒന്നായി മാറുന്നു എന്നുള്ളതാണ് ജനാധിപത്യ വിശ്വാസികൾക്ക് സങ്കടകരമായ കാര്യം. മാങ്കൂട്ടത്തിനെതിരായ നടപടി ഈ സസ്പെൻഷനിൽ ഒതുങ്ങുമോ, അതോ മുരളീധരൻ പറഞ്ഞതുപോലെ ഇനിയും നടപടി വരുമോ എന്നതൊക്കെയാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പുകളിൽ അംഗമാവുക. നന്ദി, നമസ്കാരം.